അമ്മച്ചി ആ മറ്റോ പോയാ ആ എന്ത് ആദ്യം ഈ കുന്താണ്ടൊക്കെ മാറ്റ്. ചില താലിബാനിച്ചുകളെ പോലെ മറ്റോ പോയാ. അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്കുക. അവൻ പോണില്ലേ? അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷമേ അവൻ പോവും. അവനിവിടുന്ന് പോയില്ലെങ്കിലേ അവനിവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും. ദേ വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ മാനേജർ പറഞ്ഞു നടക്കാൻ കൊള്ളാം. എടാ അവരുടെ മുമ്പിലേ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരുടെ അടുത്ത് തഞ്ചത്തി നിന്നാ നിനക്ക് വല്ലതും കിട്ടും. അല്ലെങ്കിലേ താമരപ്പൂ പോലെ ഇങ്ങനെ കുളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ, അവനെ കൊണ്ട് ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. അമ്മച്ചി അമ്മച്ചി എങ്ങനെങ്കിലും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. എടാ നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ. ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ നീ വേഗം ചെല്ല്. അന്ന കൊച്ചമ്മ സുഖല്ലാതെ കിടപ്പില്ല. ചെല്ല് ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ എടാ മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കിടക്കരുതെന്ന്? അറിയാം. അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വായിക്കാനാണ് ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ അങ്ങനെ മര്യാദ കാണിക്ക. എന്നാത്തിനാ എന്നെ വിളിപ്പിച്ചത്? ദേ നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെയും ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ വേണ്ട വെച്ചപ്പേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തം കൊണ്ട് ഇത്രയും കാലം ഇവിടെ നിന്നത്. അറിയാവോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചേരാ. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ. കംപ്ലീറ്റാ? ആ ഈ 500 ഏക്കർ തോട്ടം, ഈ ബംഗ്ലാവ്, പുറത്തു കിടക്കണ പെൻസുകാരും ആ സൈക്കിളും. അതെ, കള്ളത്തരൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്ന നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാമാസം എന്നതാ എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിന് കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ട് വന്നോടത്തിന് എല്ലാം എഴുതി കൊടുത്തില്ലേ? എനിക്ക് മാസം 250 ശമ്പളം. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൾത്താരയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തല പൊട്ടി ചത്തുപോകും. കാത്തോളണേ. ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൾത്താരയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാടാ മാങ്കാണ്ടി. என்ன பண்றது? நான் சாக போறேன்டா. என்ன விட்டுட்டு போவாதீங்க. அப்படியா? എന്നാ നീ പിടി വാ. ഒരു ധൈര്യത്തിന്. കയറ് സ്ട്രോങ് ആണ്. എന്താ என்ன ஆசானே, തുണിയെല്ലാം പോട്ടിട്ട് സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ എന്റെ തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഭദ്രമാ പാക്ക വേണ്ട. என்ன ஆசானே, என்ன பிரச்சனை? എല്ലാം പോച്ചടാ. എല്ലാ സ്വത്തുക്കളും அந்த பொண்ணுக்கும் அந்த புறம்போக்கு பையனுக்கு எழுதி வச்சாச்சு. நான் இனி எதுக்கு வாழணும்? அப்படியா விஷயம்? ஆமாண்டா. அதுக்கு ஒரு வழி இருக்கு. எப்படி ஆனாலும் அந்த பொண்ணுக்கு பாதி சொத்து கிடக்குமே. அது എനിക്കെന്താടാ? இருக்கு. എന്താ? அந்த சோம சாரு, அந்த புறம்போக்கு. ஆமா ஆமா, அவர் அமெரிக்காவில் போய் திரும்பி வரதுக்கு முன்னாலே ஆசான் அந்த பொண்ணுனை காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கிடக்குமே. നടക്കണ കാര്യമെല്ലാം പറയടാ. நடக்காம எங்க போகுது? சின்ன பொண்ணு தானே. ஆகட்டுமே. உங்களுக்கு வயசாയി போச்சா? ஏரியா 45 50. கம்மி பண்ணடா. 60 வயசானாலும் சிங்கம் சிங்கம் தான். என்ன இது? சிங்கம். நன்னா இருக்கு. எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் போது அம்மாவுக்கு 16, அப்பாவுக்கு 61. இந்த விஷயம் அம்மாவுக்கு தெரியுமா? அப்பா பரவாயில்ல, நீ விஷயத்துக்கு வாடா மாயண்டி. ஆசானே, என்ன உடம்பு, என்ன மசலி பழமாங்க போல இருக்குது. அழகு அழகு. എന്നാലും അവള് സമ്മതിക്കോ? சம்மதிக்க வைப்பேன். எப்படி? அது எனக்கு விடுங்க. நம்ம மந்திரவாதி சாமிக்கிட்டு ஒரு தைலம் இருக்கு. அந்த தைலம் யார் மேலாவது புரட்டினா அவங்க உங்க பின்னாடி நாய் மாதிரி சுத்தி சுத்தி வந்துடும். ഇനിയിപ്പോ സാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും പൊടിയും കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. நான் வாங்கிட்டு வர்றேன், நீ தைரியமா இருங்கோ. ஆனா எனக்கு ஒரு சத்தியம் பண்ணணும். എന്നടാ? நீங்க அந்த சோஃபியா பெண்ணை கல்யாணம் செய்தா நான் தான் உங்க எஸ்டேட் மேனேஜர்.
സമ്മതിച്ചു. ആ അപ്പടി சொன்னா பத்தாது கையாലെ അടിച്ച് സത്യം പോരണം. കയ്യാൽ ആമാ. അയ്യോ സത്യം സത്യം മൂന്നാഴ്ച ഇനിയോണ്ട് വേണം. போதும் போதும் போதுം. ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ? அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டிங்க சேஃப்டியா இருக்கும். ஆசானே கிடைச்சாச்சி. ஆசானே புடி 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 கிடைச்சாச்சி. തൈലം കിടച്ചാച്ചാ? காடல் தைலம் கிடைச்சாச்சி. അപ്പാ, വാ. അതെ, വെള്ളമൊഴിച്ച് കുടിക്കണം പാലൊഴിച്ച് കുടിക്കണം? அப்பா அப்பா குடிக்காதுங்க. இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும். അത് തപ്പ്. ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുമ്പോ ആ കുളിമുറിനകത്ത് കയറാനും ഒളിഞ്ഞു നോക്കാനൊന്നും എനിക്ക് ഡീസൻസിക്ക് പറ്റില്ല. അതൊന്നുമേ വേണം ആസാനെ. கொஞ்சம் தைல ஊத்தி அப்படியே அந்த பெண்ணு கை மேலே கை காமிக்க டேக் பண்ணியா போதும். അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില് കൊച്ചം കൂടി ഊത്തട. கல்யாணத்துக்கு இது போதும். സ്വത്തുക്ക് ஓ சொத்துக்கு കാതൽ പണം, കാതൽ പണം. அப்படி ஒரு படம் இருக்கா? പടമല്ലടാ മണം. ಏಯ್ ಮಾತುಟಿ, ആ ಏನು ವಿಶೇಷ? നല്ല വിശേഷം. ಸೋಫಿಯಾಳ್ಗೆ ಒಂದು ಲೆಟರ್ ದಾರೆ. സോഫിയക്ക് ലെറ്ററാ? ഛേ വേണ്ടി. நான் கொடுக்க மாட்டேன். ಕಡಲಿಕ್ಕೆ ಆಗುತ್ತದಾ? പെടലിക്ക് എന്ത് പറ്റി? ಕಡಲಿಕ್ಕೆ ಆಗುತ್ತದಾ? ഓ കത്ത് കൊടുക്കാം. ആ. ആ കൊടുക്കാം. വേണ്ടി കണ്ടോടാ, അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഉടയമ്പരം കൊണ്ടുവന്നതാ. நான் சொல்லல, இன்னையில இருந்து உங்களுக்கு தீபாவளி. ദീപ வலி வலி. ஆ ഇതെന്താ ഈ കുതിരക്ക്? കുതിര എന്താ ഇത് പിന്നാലെ വരുന്നത്? ஐயோ ஆசானே, நீங்க அந்த தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ, അല്ലെങ്കിൽ കത്തി കീത്താവൂലേ? ஐயோ பொண்ணு மேல தேய்க்க சொன்ன தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ. அப்ப குதிரை குங்க மேல காதல் வருவ. അയ്യോ, കുതിരന്റെ കാതൽ പണ്ടുമാ. അയ്യോ, എന്താ കുതിര? അയ്യോ, അയ്യോ. ஆசானே ஓடாசானே. അയ്യോ, കുതിരക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഓടുന്നേ? ഞാൻ സോഫിക്ക് ഒരു കത്ത് തരാൻ വന്നതാ. അതിനെങ്ങനെ? എന്റെ മാതാവേ! ஆசானே வலிஞ்சோட ஸ்ட்ரைட்டோடு. ഇല്ല, രക്ഷപ്പെട്ട് എന്റെ അമ്മേ. ആ അയ്യോ, അയ്യോ, അയ്യോ. അയ്യോ, 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 ദാ വണ്ടി. അയ്യോ, ദാ വണ്ടി, ദാ വണ്ടി. അയ്യോ, അയ്യോ. അയ്യോ, അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ. മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ? ആ ജന്തു என்ன காதல் கிஸ். டைட்டானிக் மாதிரி இருந்த. എന്നടാ അത്? அந்த மாதிரி சாங் இருக்கு இல்லையா? അയ്യോ. ആ മൈൻഡി, അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തിക്കണം. അന്നത്തെ മാതിരി കുളമാക്കരുത്. അന്നൊക്കെ നീങ്ക താനേ കുഴപ്പാക്കിയത്. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് തന്നപ്പോ ഞാൻ വിചാരിച്ചതാ പടുപാവി. அப்ப என்னோட காரியம் எனக்கு உட்கார முடியாது, சைக்கிள் ஓட்ட முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது, இதுக்கு. അപ്പൊ സമാസമം. ഇപ്പൊ എനക്ക് കിഡ്നി പോച്ച്, ഉനക്ക് കുണ്ടി പോച്ച്. போச்சன்னா ஒண்ணுமே இல்ல. பார்க்கணுமா? ஒண்ணுமே இல்ல. എന്നടാ ഇത്? ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും. அது கூடி போனா இதுக்கு ஒண்ணுமே இல்ல ஆசானே. പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും? ഇവളിന്ന് ആരടി നീ? നീയോ?
കള്ളി നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കൂടെ കട്ടിവെക്കലടി പെരുങ്കള്ളി. പോടാ, ഞാൻ കട്ടൊന്നല്ല. ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കട്ടെ. എന്നെ ദ്രോഹി, എന്നെ പുറഞ്ഞ് പള്ളിപ്പുറമാക്കി കളഞ്ഞല്ലോ. നിന്റെ പുറം പള്ളിപ്പുറമല്ല, നിന്റെ പുറത്തെ പള്ളി പണിയൂടി. ഇനി എന്റെ അനുവാദം തോട്ടത്തിൽ കയറിയ ഇതിനെന്തിന് ഏത് തോട്ടോ? ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക് പിടിച്ചാണോടി കളിക്കണേ? എന്റെ പാവയ്ക്ക ഇതിനെ പറഞ്ഞ് എന്റെ അടുത്ത് കളിക്കരുത്. கொஞ்ச நேரம் ഞാനും പാക്കസി. ക്ലൈമാക്സ് ആച്ചാ ഇല്ലല്ലേ? ആക്രാന്തം കാണിക്കരുത്. ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയടാ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. கொஞ்சம் பேலன்ஸ் இருக்கு. ആസാനെ മണ്ണ് കിടച്ചാച്ചി. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. ഇവനെ ശരിയാക്കുന്നത്. പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ചെന്നാ? നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ. എന്നതാ? തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാമ്പറന്ന പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? ആ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ. ഉടനെ അവനെ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പാടേണ്ടി വരും. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമന ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില്. അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസം അല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി വെക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. അവന്റെ കവളത്ത് കണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. പാവയ്ക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ? ഒന്നും പറയണ്ട. ദേണ്ടേ, രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല, അന്ന കൊച്ച മണ്ടനും പൊയ്ക്കോ. പോയി. പോയ കാര്യം എന്നാച്ചി ആസാനെ? പോയാച്ചി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ? മണ്ണും മുടിയും മാത്രമല്ല, അവന്റെ കുടലും പണ്ട് കൊടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല.
ആ കിളവി തള്ളമാര് അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. அப்படியா ஆ. சாப்பாடு கிடக்குமா ஐயோ ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ